ഹലോ ഗുഡ് മോർണിംഗ്. തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ഡിസംബർ 25, അതായത് ഞങ്ങളെ വീടുണ്ടാക്കിയിട്ട് ഇന്നത്തേക്ക് 2 വർഷം തികയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളെ വീടും പരിസരമൊക്കെ ചെറിയ രീതിയിലൊന്ന് കാണിച്ചു തരാമെന്നുള്ളത്. മുറ്റത്തിൻ്റെ പണി നടക്കാനെ കൊണ്ട് മുറ്റം ലേശർ അലങ്കോലാവസ്ഥയിലുള്ളത്. ഈ ഗേറ്റൊക്കെ അപ്പം വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച ആവുന്നേ ഉള്ളൂ. അതുപോലെ കോമ്പൗണ്ടുകളൊക്കെ ഇപ്പം കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ അമ്പലം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പൂവുണ്ടാകുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷെ പൂവുണ്ടായപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. കുഞ്ഞി അമ്പലമാണ്, പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ കാണിച്ചിരുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഞാനത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വെച്ചിരുന്നുണ്ട്. പിന്നെ അതാ അമ്മ രാവിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. എൻ്റെ കയ്യിൽ ഫോണ് കണ്ടിട്ട് എന്നെ അന്തം വിട്ട് നോക്കുന്നയാ. പിന്നെ ഇന്ന് ക്രിസ്മസ് ആയതിനെക്കൊണ്ട് തന്നെ ആർക്കും പോകാനൊന്നുമില്ല, എല്ലാവരും വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു സ്ലോ ആയിട്ടുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ എന്താ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ ഒരു പ്രത്യേകതയെ കൊണ്ട് മാത്രം ഇന്നൊരു വീഡിയോ എടുക്കാമെന്നുള്ളത് വിചാരിച്ചതെന്നുള്ളതേ ഉള്ളൂ. രാവിലെ എണീച്ചപ്പോൾ തന്നെ കുറച്ചധികം നേരം ഇരുന്ന് വായിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്ര അങ്ങോട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഈ ഒരാഴ്ച ലീവ് ആയതിനെക്കൊണ്ട് തന്നെ മടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലാസ് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ NCERTൻ്റെ എക്സാമൊക്കെ നടത്തുന്നുണ്ട്. ഇത്ര ദിവസം കിട്ടിയിട്ട് ഞാനത് നോക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അതാ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാന്ന്. ആകെ അലങ്കോലായിട്ടാട്ടോ കിടക്കുന്നത്. ഫുൾ മെസ്സിയാണ്. ഒരു 2 ദിവസമായിട്ട് മനസ്സൊരു ശരിയില്ലായിരുന്നു. എന്തോ ഒരു മൂഡ് ഓഫ്, എന്താണെന്നറിയില്ല. കാരണം അറിയാത്തൊരു മുഖത അങ്ങനെ പറയാം. അപ്പോൾ അതിൻ്റെതാണ് ഇവിടെ കാണുന്ന ഇത്രയും വൃത്തികേടായി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവണം. ഈ റൂം ശരിയായാൽ തന്നെ മനസ്സ് ഒരു റെഡിയാവും. പക്ഷേ മനസ്സ് റെഡിയാവാത്തതിനെ കൊണ്ടാണ് റൂം റെഡിയാക്കി വെക്കാത്തത്. അത് വേറെ കാര്യം. പിന്നെ ഇത് എൻ്റെ ചെടിയോ, എനിക്ക് സങ്കടമാവും അത് കണ്ടിട്ട്. ഇത് എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ ഇത് നോക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അതിൻ്റെ അവസ്ഥ വളരെ എന്താ പറയുക, ശോചനീയമായ അവസ്ഥയോ അങ്ങനെ എന്തോ പറയില്ലേ, അതുപോലെ ആയിപ്പോയി. കണ്ടിട്ട് എനിക്ക് സങ്കടമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു കന്നുണ്ടല്ലോ അത് നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചെടി കണ്ടോ, ഇതമ്മ പൊന്നു പോലെ കൊണ്ടടക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ 2 ഇലയൊക്കെ ഉണ്ടെന്ന് ഞാൻ തൊട്ടപ്പൂരി പോകുന്നിടത്ത് ഞാൻ കണ്ട എന്നെ കൊല്ലും, അതെനിക്ക് ഉറപ്പാണ്. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടി കേട്ടോ. എനിക്കത് അറിയില്ലായിരുന്നു, ഞാനിങ്ങ് എടുത്തുകൊണ്ടുവന്നു. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞേ. പിന്നെ ഞാനത് എടുത്ത് കൊണ്ടുവന്നതിനെ കൊണ്ട് അമ്മ ഇവിടെ വെച്ചോളാൻ പറഞ്ഞു. പക്ഷെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോയി എന്നങ്ങാൻ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. അതുകൊണ്ട് എന്തായാലും അതെടുത്ത് താഴോട്ട് വെച്ചേക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അമ്മ എനിക്ക് തന്ന ചെടികൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതാ ഇപ്പം ക്ലീനിങ്ങും കാര്യമൊക്കെയാണ്. പിന്നെ ഈ ചെടികളൊക്കെ എടുത്ത് ഞാൻ കൊണ്ട് പുറത്ത് വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അവർക്ക് ബാൽക്കണിയിൽ കേട്ടോ. അങ്ങനെ അമ്മ ഡയറക്റ്റായിട്ട് വെയിൽ അടിക്കുകയില്ല, എന്നാൽ കുറച്ച് ഇതുണ്ടാവുമല്ലോ. പിന്നെ ഇതൊക്കെ എൻ്റെ കമ്മലുകളാണ്. അതായത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കമ്മൽ മാത്രമേ അതിലിടുള്ളൂ, ബാക്കിയൊക്കെ വേറെ ഉണ്ട്. പിന്നെ ഇതിട്ട് ടൈം ലാപ്സ് ഇട്ടതിനെ കൊണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സ്പീഡ് അയക്കാനോ, അപ്പോൾ ഒരു വൃത്തിയില്ലാതെയായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഇവിടെ ഒന്നും ഞാൻ ചെടി കൊണ്ട് വെച്ചിട്ടില്ല, ഇതൊന്നും ഹാങ് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്കിന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എടുത്ത് വെക്കാം. അത്രയും നേരം അവർ കുറച്ചൊന്ന് ശുദ്ധവായൊക്കെ ശ്വസിച്ച് പുറത്ത് നിൽക്കട്ടെ എന്നുള്ളത് വിചാരിച്ച്. പക്ഷെ ഇവിടെ ഇല്ലേറ്റ് ഭയങ്കര ഒരു ഒഴിവുണ്ട്. എനിക്കത് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ ജനലിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിടുന്നത് ഇഷ്ടമായിട്ട് ഞാനത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. ആ ഒരു ഹാങ് ചെയ്ത് വെക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ഒന്ന് ലേശൊരു പ്രശ്നമായിട്ടാണ് വന്നത്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നി 6 എണ്ണത്തിനും കൂടി 400 ചോടയായിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലതാണ്. നമ്മളിങ്ങനെ റൂമിലൊക്കെ ഇങ്ങനെ വെക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ നല്ലതായിരിക്കും. ഈ മണി പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ വാങ്ങി നോക്കിക്കൊണ്ടു. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് കുളിച്ച് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കലുണ്ട്. അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും, അതും ഈ മാമാർത്തിൻ്റെയാണ്. അതെൻ്റെ സ്കിന്നിന് എത്രത്തോളം ചേരുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഈ കാണുന്ന മുഖക്കുരു എന്ന് പറയുന്നത് ഈ ജങ്ക് ഫുഡ് കഴിക്കുമല്ലോ, അതിനെ കൊണ്ട് വരുന്ന ഈ ഷുഗർ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതിനെ കൊണ്ട് വരുന്നതാണ്. ഈ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളതും ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കണം എന്നുള്ളതും ഇങ്ങനെ വിചാരിക്കുക എന്നുള്ള, അല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഞാനില്ലേ ഈ വർഷം തുടങ്ങിയ സമയത്ത് ഞാനൊരു 70-75 ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസ് ചെയ്യണമെന്ന്. അതായത് ഞാൻ 55 തടിച്ചെത്തിയതാട്ടോ. അപ്പം ബേക്കോട്ട് പോകണമെന്ന്. പക്ഷേ കഴിഞ്ഞില്ല. അങ്ങനെ വന്ന് ഇപ്പോൾ 2025 ഡിസംബർ 25
ഇപ്പം എൻ്റെ വെയിറ്റ് നടന്ന് 90-91 അപ്പോൾ ഇനിയെങ്കിലും വെയിറ്റ് ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നന്നാവില്ല. വേറൊന്നും കൊണ്ടല്ല, ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും വെയിറ്റ് ലോസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ കഴിക്കുന്നത് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. ആരെങ്കിലും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഞാൻ എന്തായാലും ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മൺഡേ തൊട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. പറ്റുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനല്ലേ ഇടുക, ഒന്നും കൂടി നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചത്തേക്ക് അമ്മ നല്ല കായും ചിക്കനും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുമല്ലോ ബീഫ് ഇട്ടിട്ട്, അതിന് പകരം ചിക്കൻ ഇടൂലേ, അതിൽ കപ്പയ്ക്ക് പകരം കായിട്ട് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അച്ഛനോട് നെല്ലിക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരിത്തിരി കഴിച്ചു, ബാക്കി പല്ല് കുളിച്ചടക്കുക. ഇവിടെ അടുത്തുനിന്നുള്ള പീടികയിൽ കേട്ടോ അത് വാങ്ങുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങി കഴിക്കുന്നതിനെ കൊണ്ട് പല്ല് നല്ല പുളിച്ചടക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് പോകണമായിരുന്നു 29-ാം തീയതി. അതായത് ഈ വരുന്ന മൺഡേ എനിക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെയും, അതായത് അല്ല ഇന്നും നാളെയും കൂടി ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് മോർണിംഗ് ട്രയൽ ഉണ്ടാവുമല്ലോ, അതും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലോണമൊക്കെ ഓടിക്കാനൊക്കെ പറ്റി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കാറിന് ലൈസൻസ് എടുക്കണം എന്നുള്ളത്. 2 വീലർ എടുക്കുന്ന സമയത്ത് ഇഷ്ടമായിരുന്നു, പക്ഷെ പിന്നെ എന്തോ അന്ന് ആ സമയത്ത് എനിക്ക് പറ്റിയില്ല അതിനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷേ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വർഷം ഞാനത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. പിന്നെ സാഹചര്യം കൊണ്ടും പിന്നെ അനിയത്തി ലൈസൻസ് എടുത്തിട്ടുണ്ട്. അതായത് ആളുടെ ടെസ്റ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ക്ലാസ്സിൽ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് കൊടുത്തതാണ്. പക്ഷേ ടെസ്റ്റിന് ഡേറ്റ് ഒരുമിച്ച് കിട്ടിയില്ല, രണ്ട് ദിവസമായി പോയി. അതുകൊണ്ടാണ് ഇപ്രാവശ്യം തന്നെ ഇതെടുക്കാൻ പറ്റിയത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ആ ലൈറ്റ് എന്താ കത്തിക്കിടക്കുന്നത് എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ ആരോടെങ്കിലും തട്ടിപ്പോയിട്ട് എങ്ങനെ ഉണ്ടായിരിക്കാം മേ ബി. പിന്നെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.